മലപ്പുറത്ത് കോൺഗ്രസ് ലീഗ് തമ്മിലടി മൂർച്ഛിക്കുകയാണ്. പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസിന്റെ പദയാത്ര. ലീഗിന്റെ ദുർഭരണത്തിനെതിരെ നവ പൊന്മുണ്ടം നിർമ്മിതി യാത്ര എന്ന പേരിലാണ് ഈ ഒരു പദയാത്ര. ശാന്തകുമാർ വെള്ളാലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചരണം സജീവമാകുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി അതിന്റെ നേട്ടവുമായി പ്രചരണവുമായി സജീവമാകുമ്പോഴാണ് മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം പഞ്ചായത്തിൽ ലീഗും കോൺഗ്രസും രണ്ട് വഴിക്ക് പോകുന്നത്. അതിന്റെ പ്രചരണവും ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലീഗ് ഭരണസമിതിക്കെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു പദയാത്ര തന്നെ പൊന്മുണ്ടത്ത് നടത്തിയിരിക്കുന്നത്. യൂത്ത് ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷാനിപ്പ് തന്നെ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ജാഥ അത്ര വലിയൊരു പ്രചരണ രംഗത്തേക്ക് ലീഗിനെതിരെ അല്ലെങ്കിൽ UDFന് ഒരു അനൈക്യമുണ്ടാവുന്ന വിധത്തിൽ സംവിധാനത്തിലേക്ക് എത്താൻ കാരണം? നമ്മൾ സാധാരണ നിലയിൽ തന്നെ സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ചെയ്യാറുള്ള കാര്യങ്ങൾ പെട്ടതാണ് ഇതൊക്കെ. ഗ്രാമീണ തലത്തിൽ വാർഡുകളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന പദയാത്ര എന്നുള്ളത് ആ നിലയിൽ തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്തും നോമിനേഷൻ കൊടുക്കാൻ തീയതി അടുക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ ഇതും ചെയ്യുന്നു എന്ന നിലയിൽ കാണേണ്ട കാര്യമേ ഉള്ളൂ. UDFന്റെ പ്രത്യേകിച്ച് ലീഗ് ഭരണ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം, മുദ്രാവാക്യം വിളിയൊക്കെ നടക്കുന്നുണ്ട്. മുഖ്യ എതിരാളി പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ തന്നെയാണോ ഈ പ്രചരണം നടക്കുന്നത്? ഒരു 15 വർഷത്തോളമായി പഞ്ചായത്തിലെ പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ സ്ഥാനത്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പൊന്മുണ്ടത്തിന്റെ ഹിസ്റ്ററി അറിയുന്നവർക്ക് അതിൽ പുതുമയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ 15 വർഷമായി തുടരുന്ന ഒരു പ്രതിപക്ഷ ധർമ്മം അത് പാർട്ടി ആ നിലയിൽ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ രാഷ്ട്രീയമായ ഒരു പോരാട്ടം എന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ആ ദൗത്യം നമ്മൾ തുടർന്നും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാവുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുന്നു എന്ന നിലയിൽ കണ്ടാൽ മതി. മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അതിൽ പൊന്മുണ്ടം പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് തന്നെയാണ് ഏറെ കാലം ഭരിക്കുന്നത്. ഒരു ഐക്യത്തോടു കൂടി പോകാൻ UDF സംവിധാനത്തോടു കൂടി പോകാൻ ഇനിയും കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്? തീർച്ചയായിട്ടും നിങ്ങൾ വന്ന വഴിയിൽ തന്നെ കണ്ടു കാണും. നമ്മുടെ ഒരു ഓഫീസിന്റെ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക ഓഫീസ് എന്നാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് ആസ്ഥാനം മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ പേര് ആസാദ് ഭവൻ എന്നാണ്. അത്തരം കാരണങ്ങൾ ചരിത്രപരമായ കാരണങ്ങളാണ്. നമ്മുടെ നാടിന്റെ ദേശീയ പ്രസ്ഥാനവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ആ നിലയിൽ വിശദീകരിക്കപ്പെടേണ്ടതാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാകുമ്പോൾ സാധാരണയായി ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രാദേശിക വിഷയങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് സ്വാഭാവികമായും മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടാൽ മതി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥികൾ ലീഗിനെതിരെ നിൽക്കാനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനമായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ വ്യക്തത വരേണ്ടതാണ്. നോമിനേഷൻ കൊടുക്കാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്. UDF തലത്തിലെ നേതൃതലത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും സ്റ്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം വ്യക്തത വരാനിരിക്കുന്നേ ഉള്ളൂ. തീർച്ചയായും അത് തന്നെയാണ്. UDF സംവിധാനമില്ലാതെ പൊന്മുണ്ടത്തെ കോൺഗ്രസ് അതിൻ്റെ വഴിക്കും ലീഗിൻ്റെ വഴിക്കും പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്രാവശ്യവുമുള്ളത്. അതിനെതിരെ അതാണ് ഇപ്പോൾ ഒരു വലിയ ഒരു പദയാത്രയായി ലീഗ് ഭരണസമിതിക്കെതിരെയുള്ള പദയാത്രയായി ഇപ്പോൾ പൊന്മുണ്ടത്തെ തുടരുന്നത്. ക്യാമറാമാൻ ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.